ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഡെൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, അപ്പോൾ ഇന്ന് രാവിലെ ഇതാ 11:30-11:15 എണീച്ചിട്ടുള്ളത്. പിന്നെ അതിനുശേഷം എൻ്റെ കുറച്ച് മോർണിംഗ് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. ചെറിയൊരു സ്കിൻ കെയർ ആണ്, പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. കുറച്ച് ഫേസ് വാഷ് ഇട്ട് കുറച്ച് മോയ്സ്ചറൈസർ ആക്കാം, ലിപ് ബാം യൂസ് ആക്കാം. പിന്നെ അതിനുശേഷം കിടന്ന റൂമൊക്കെ ഫുള്ള് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. നല്ല മെസ്സായി കിടക്കുന്നുണ്ട് അതിന്. പിന്നെ ഉറങ്ങണിച്ച ശേഷം കുറച്ച് വെള്ളം കുടിക്കുന്നുണ്ട്. പിന്നെ ഉമ്മ ഇതാ നമ്മുടെ ഓവർനൈറ്റ് ഓട്സ് റെഡിയാക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഗൈസ്. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും ചട്നിയാണ്. പിന്നെ എനിക്ക് ഇന്നത്തെ പണിയെന്ന് വെച്ചാൽ ഈ ഡ്രസ്സൊക്കെ മടക്കി വെക്കണം ഗൈസ്. എത്ര ഡ്രസ്സാണെന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ഞാനത് ട്രാൻസാക്ഷൻ മാറ്റി ഫുള്ള് മടക്കി വെച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ട്രാൻസാക്ഷൻ വീഡിയോ എടുത്തതേ ഉള്ളൂ, സംഭവം ഞാൻ ഒറ്റയ്ക്ക് നോക്കിയതാണ് ഗൈസ്. പിന്നെ ഞാൻ നേരെ ഫ്രഷ് ആവാൻ വെച്ചിട്ട് ഞാൻ ഈ ഒരു ഡ്രസ്സാണ് എടുത്തത്. ഇതിനിപ്പോൾ കുറച്ച് ഐറ്റംസൊക്കെ വെച്ച് ഫ്രഷ് ആയിട്ട് വന്ന് നിസ്കരിക്കാൻ വിചാരിച്ച് നിസ്കരിച്ചതിന് ശേഷം ഞാൻ ലഞ്ച് എടുത്തുള്ളത് പൂരിയും ഫിഷ് കറി, ഫിഷ് ഫ്രൈ, പപ്പടമൊക്കെയാണ്. ചോറ് ഇഷ്ടമല്ല. പിന്നെ രാത്രി ഉമ്മനെക്കൊണ്ട് ചോറ് വെപ്പിക്കാനൊക്കെ നോക്കിയെങ്കിൽ ഞാൻ കഴിച്ചിട്ടില്ല ഗൈസ്. പിന്നെ കുറച്ച് നേരം പിൻട്രസ്റ്റ് നോക്കിയിട്ട് നേരെ പഠിക്കാൻ പോയി ഗൈസ്. കാരണം എനിക്ക് ട്യൂഷന് പോകാറുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ട്യൂഷൻ്റെ ബാഗ്. അപ്പോൾ പിന്നെ എനിക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ബയോളജി വൈവയുണ്ട്. അപ്പം അതുകൊണ്ട് കുറച്ച് നേരം കുത്തിയിരുന്ന് പഠിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യവും ഒരു ടു ഡു ലിസ്റ്റിൽ എഴുതി വയ്ക്കലാണ് എൻ്റെ മെയിൻ. എന്നാൽ നമുക്ക് എത്ര മന്ത് കഴിഞ്ഞാലും നമുക്ക് അതിൽ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് നമുക്ക് പഠിച്ചെടുക്കാം വേഗം. മറ്റുള്ള കാര്യം പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഇങ്ങനെ ഒരുപാട് സമയം ഇരുന്നിട്ട് ഞാൻ എഴുതുന്നതും പഠിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഇമ്പോർട്ടൻസ് എഴുതി എടുക്കുന്നുണ്ട്. പിന്നെ അതിന് ഇടയിലേക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുമാതിരി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ആയിട്ട് കമൻ്റ് ആക്കുക. കമൻ്റ് ഇടാനാണല്ലോ കമൻറ്റ് ബോക്സ്. അപ്പോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട് വീഡിയോ നല്ല രീതിയിൽ സപ്പോർട്ടാക്കാം. അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടോ, എല്ലാ വീഡിയോ ഒക്കെ നിങ്ങൾ മിസ്റ്റേക്സ് ഉണ്ടോ എന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ഇനി ലോങ് വീഡിയോസ് ഇനി ഇടണം എന്നൊക്കെ പറയണം. അപ്പം ഞാനിതാ കുറേ നേരം ഇരുന്ന് പഠിക്കുന്നുണ്ട് ഗൈസ്. പിന്നെ അതിന് ശേഷം ഞാൻ അത് മാറ്റിയിട്ട് കുറച്ച് നേരം ഹിസ്റ്ററി പഠിക്കാൻ വിചാരിച്ച്. ഹിസ്റ്ററിയിൽ 1 ചാപ്റ്റർ ഹാഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇരുന്ന് പഠിക്കാൻ വിചാരിച്ചിട്ട് അതൊക്കെ ഫുള്ള് വായിച്ചിട്ട് ഇമ്പോർട്ടൻസ് അടയാളപ്പെടുത്തി അതുമാതിരി നമ്മുടെ ടു ഡു ലിസ്റ്റ് ചെറിയൊരു സ്റ്റിക്കി നോട്ടിൽ എഴുതിയെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്നത്തെ എൻ്റെ ടൈം ടേബിളൊക്കെ റെഡിയാക്കി അതൊക്കെ ബാഗിൽ സെറ്റാക്കി വെക്കുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇന്ന്. പിന്നെ അതിന് ശേഷം ബാഗിലേക്ക് ബുക്കും അതുമാതിരി പെന്നും പെൻസിലൊക്കെ വെച്ചിട്ട് ഞാൻ ബാഗ് റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് ഒന്ന് വിഷമം കേസ്. അപ്പം ഞാൻ വിചാരിച്ച് നമ്മുടെ എന്തെങ്കിലും ഫലൂദ മാതിരിയുള്ള ഒരു ഐറ്റം റെഡിയാക്കി വെച്ചിട്ട് ഞാൻ ഫലൂദ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് ഇതാവുമ്പോൾ നമ്മുടെ ബ്രെഡ് പൊരിച്ചതും ചായയൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഇതിൻ്റെ വേറെ തന്നെ ഒരു റെസിപ്പി ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ആക്കുന്നുണ്ട്. ഫലൂദ ആക്കുന്നതും അതുമാതിരി ഈ ഒരു ഐറ്റം ആക്കുന്നതൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ആക്കുന്നുണ്ട്. വലിയ പണിയൊന്നുമില്ല ഗൈസ്. പിന്നെ അത് റെഡിയാക്കിയിട്ട് അതിരുന്ന് ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ട് ഗൈസ്. ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ട്. കുറച്ച് കഴിച്ചിട്ടുണ്ട്, കുറച്ചല്ല, ഏകദേശം അതൊരു ഭാഗത്തോളം ഞാൻ കഴിച്ചിട്ട് ഭാഗത്തോളം ബാക്കി വെച്ചിട്ട് ബാക്കി ഫുള്ള് ഞാൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ട്യൂഷനാകുമ്പോൾ പർദ്ദയാണ് ഗൈസ് ഇടൽ, കാരണം അതാണ് എനിക്ക് എളുപ്പമെന്ന് തോന്നുന്നത്. അപ്പം ഞാനിതാ ഈ ഒരു വർക്ക് ചെയ്യുന്ന ഒരു പർദ്ദയും അതുമാതിരി ജേഴ്സി ഹിജാബ് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ നേരെ ട്യൂഷന് പോയിട്ട് വരാം ഗൈസ്. അപ്പം നമ്മൾ ട്യൂഷന് പോയിട്ട് വന്നിട്ടുള്ളതാണ് ഗൈസ്. വന്നാടും ബാഗും ബുക്കൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിതാ നമ്മുടെ ഒരു നൈറ്റ് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിന്. അപ്പോൾ അതും കൂടി ഒന്ന് വെയർ ചെയ്ത് നോക്കി. പിന്നെ ഞാൻ ലേസ് കഴിക്കാൻ വേണ്ടിയിട്ട് പാക്കറ്റ് പൊളിച്ചപ്പോഴാണ് എനിക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കാൻ തോന്നിയത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ആ വൈറലായിട്ടുള്ള ക്രീമി ലേസ് ട്രൈ ചെയ്ത് നോക്കി. പിന്നെ നേരത്തെ കഴിച്ച ഐസ്ക്രീം ബാക്കിയുണ്ട് വരച്ചില്ല, അത് വീണ്ടും കഴിച്ചിട്ടുണ്ടായിന്. പിന്നെ ഞാൻ രാത്രി ഞാനിത് വീണ്ടും റെഡിയാക്കി വെച്ച് എന്താ അറിയില്ല, ഭയങ്കര ഇഷ്ടപ്പെട്ട് അനിയത്തി ആക്കി തരാൻ പറഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും ആക്കിയത്. അപ്പോൾ എനിക്കും കഴിക്കാമല്ലോ. പിന്നെ മഗ്‌രിബായി വേഗം പോയിട്ട് നിസ്കരിച്ചു, കുറച്ച് നേരം ഖുർആൻ ഓതി.
പിന്നെ അതിന് ശേഷം രാത്രി ഞാൻ വിചാരിച്ചല്ലോ വിചാരിച്ച് ഫുഡ് ഓൺലൈനിൽ വാങ്ങാമെന്ന്. അപ്പോൾ നമ്മളിത് ഓൺലൈനിൽ നിന്ന് ഫുഡ് വാങ്ങിയിട്ടുണ്ട്. എന്ത് വാങ്ങിയെന്ന് വെച്ചാൽ നമ്മുടെ KFC എന്ന് പറയുന്നത്. സോറി, ഞാൻ എന്തൊക്കെ ബർഗറാണെങ്കിൽ സത്യം പറഞ്ഞാൽ പറയുന്നത്. നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അൽഫാമും കുബൂസും മയോണൈസും പിന്നെ അതിൻ്റെ കൂടെയുള്ള 2-3 ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ കൂട്ടിയിട്ട് രാത്രി നല്ല അടിപൊളിയായിട്ടുള്ള ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇപ്പം ഡിന്നറൊക്കെ അതിഗംഭീരമായിട്ടാണ് നടക്കുന്നത്. ടേബിളിൻ്റെ ലുക്കൊക്കെ ഫുള്ള് മാറിയിട്ടുണ്ട്. കാരണം ഞാൻ പൊട്ടിച്ചപ്പോൾ ഉണ്ടല്ലോ ആ ഒരു പച്ച ചട്നി ഫുൾ മെൽട്ടായിട്ടുണ്ട് ഗൈസ്. എൻ്റെ കൈമിൽ നിന്ന് ഫുള്ള് മാറിയിട്ടുണ്ട് ഗൈസ്, അതാണ് സത്യം. പിന്നെ ഞാൻ നല്ല അടിപൊളിയായിട്ട് നല്ല പെരി അൽഫാമും കുബൂസും മനസ്സിൽ കുടിച്ച് നല്ല രീതിയിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ആ ഒരു സ്പൈസിനെസ് ഉണ്ടല്ലോ, ഭയങ്കരമായിരുന്നു ഗൈസ്. പിന്നെ ഞാനിത് ഫുഡ് ഫുള്ള് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പീസ് ബാക്കിയാണ് ഗൈസ്, എനിക്ക് കഴിക്കാനൊന്നുമില്ല, ഭയങ്കര സ്പൈസി. പിന്നെ നേരെ പോയി കുറച്ച് നേരം ഇതിൻ്റെ പഠിക്കാഴ്ചയിൽ വീണ്ടും നമ്മൾ മുകളിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഫിസിക്സ് പഠിക്കാനാണ് കേട്ടോ ഗൈസ് ഇരുന്നത്. ഇന്നത്തെ എനിക്ക് സബ്ജക്റ്റ് ഉണ്ടായത് ഫിസിക്സാണ്. അത് വന്നിരുന്നു ഫുള്ള് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇത് അതിൻ്റെ കൂടെ എൻ്റെ അനിയത്തെയും കൊണ്ടുണ്ട് കേട്ടോ പഠിക്കാൻ. അവൾ എൻ്റെ കയ്യിൽ നിന്ന് ഓരോരോ സാധനമായിട്ട് അവിടെ ചിത്രം വരക്കലും അങ്ങനെ ഓരോരോ കാര്യം അവൾ അവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ഫുള്ള് ഞാനവിടെ ഇരുന്നിട്ട് ഓരോരോ ചാപ്റ്റർ വെച്ചിട്ട് ഞാൻ എഴുതിയും വായിച്ചൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. എല്ലാവർക്കും ഇതുമാതിരി ചാപ്റ്റേഴ്സൊക്കെ വേഗം കംപ്ലീറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ട്യൂഷനിൽ ആദ്യം നല്ല രീതിയിൽ പറയുന്നത് ഫോക്കസ് ആക്കിയിട്ട് മനസ്സിലാക്കി വെക്കാം. എന്നിട്ട് നമ്മൾ പഠിപ്പ് വന്നിട്ട് ഈ ഒരു പഠിച്ച കാര്യം ഒന്നും കൂടി ഒന്ന് ബൈ ഹാർട്ടാക്കിയിട്ടും അതുമാതിരി ഒരു 5-6 തവണ വായിച്ച് നോക്കി വെക്കാം. പിന്നെ ഇമ്പോർട്ടൻസ് അടയാളപ്പെടുത്തിയിട്ട് അത് കുറച്ചും കൂടിയും ഇരുന്ന് പഠിക്കാൻ നോക്കാം. അതുമല്ലാണ്ട് പിന്നെ ഞാൻ പറയുന്നത് ടെക്സ്റ്റിലെ എല്ലാ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് അടയാളപ്പെടുത്തൽ. എല്ലാ കാര്യം പഠിക്കണം ഗൈസ്, ഭയങ്കര കുറച്ച് കഷ്ടപ്പാടാണ്. പിന്നെ എനിക്ക് കുറച്ച് നോട്ട്സ് എഴുതാനുണ്ടായിരുന്നു. കാരണം സ്കൂളിൽ ഫസ്റ്റ് ഡേ അല്ല സെക്കൻഡ് ഡേനെ എഴുതിപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല. പിന്നെ 2 നോട്ട് എടുത്തിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ അതിന് പേജ് കട്ടാക്കിയിട്ട് അതിലാണ് ഞാൻ ഫുള്ള് എഴുതിയടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫസ്റ്റ് പേജിലേക്ക് നമ്മളെ വൃത്തിയിലൊക്കെ എഴുതണമെന്നൊക്കെ അല്ലേ, അങ്ങനെ ഞാനിത് ആ പുരക്ക് വന്ന് നല്ല അടിപൊളി സ്കെയിലൊക്കെ ഇട്ട് വരച്ച് പെൻസിലിനോട് ഒരു നല്ല ഹെഡിങ്ങൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ എഴുതാൻ സ്റ്റാർട്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഒരു 1.5 പേജോളം എഴുതാനുണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബയോളജിയാണ് സ്കൂളിൽ ഫസ്റ്റ് സ്റ്റാർട്ടാക്കിയത് ഗൈസ്. പിന്നെ അങ്ങനെ അതൊക്കെ എഴുതിയിട്ടെടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ ഇതിനിടയ്ക്ക് നമ്മൾ ബയോളജി ട്യൂഷനെടുത്ത് എഴുതുന്നുണ്ട്. പിന്നെ കുറച്ച് വർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതൊക്കെ എഴുതിയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയ ലെറ്റർ എഴുതിയിട്ടുണ്ട് ഗൈസ്. പ്ലീസ് സബ്സ്ക്രൈബ് എന്നാണ് ഞാനത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്നും കണ്ടിട്ട് സബ്സ്ക്രൈബാക്കി സപ്പോർട്ടാക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതിലേക്കും ബൈ.